ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ ഞങ്ങളുടെ നോമ്പ് തറ കോട്ടയത്തെ ബേറൂട്ടിൽ വെച്ചിട്ടാണ്. അവിടുത്തെ ഇഫ്താർ മീൽ ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളീ പോകുന്നത്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, വിത്ത് ഫാമിലിയാണ്. ക്രിസ്വാച്ചി ഉറക്കമാണ്, ഓൺ ദ വേ ആണ്. പിന്നെ മൽഫൂഫ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ മൽഫൂഫ് കഴിക്കുന്നത്, പക്ഷെ എനിക്ക് അത്ര സൂചിച്ചില്ല. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായേക്കാം കേട്ടോ. പിന്നെ ടേസ്റ്റ് ചെയ്തത് അവരുടെ ഫലാഫലാണ്. ഫലാഫൽ നൈസായിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, അതിൽ ഫില്ലിംഗ് ഒക്കെ പൊളി. പിന്നീട് അവരുടെ സ്പെഷ്യൽ യമനി മന്തി വന്നു. ചെറിയൊരു സ്വീറ്റ്നെസ് ഉള്ള അവരുടെ സ്പൈസി ചിക്കൻ ആയിരുന്നു ആ യമനി മന്തിയിൽ അവർ ആഡ് ചെയ്തിട്ടുള്ളത്. സ്പൈസി ചിക്കൻ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എരിവെന്ന് വെച്ചാൽ അന്യായ എരിവ്. എരിവ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ആ റൈസിലെ ഫ്ലേവറും സംഭവം കൊള്ളാം, നൈസായിട്ടുണ്ട്.
മിഡിൽ ഈസ്റ്റേൺ മിൽക്ക് പുഡിംഗ് ആയിട്ടുള്ള മഹലബിയാണ് ലാസ്റ്റ് വന്നത്. ആ ഇഫ്താർ മീൽ ലാസ്റ്റ് ഐറ്റമാണ് അത്. അത് കുടിച്ചത് കൊണ്ടാണ് ആ എരിവിൽ നിന്നും കുറച്ചെങ്കിലും രക്ഷയായത്. ഇത്രയുമാണ് ഇവരുടെ ഇഫ്താർ മെനുവിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 450 രൂപയ്ക്ക് ഇത് വെർത്തിറ്റാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇത് വെർത്തിറ്റ് തന്നെയാണ്. അവരുടെ ടർക്കിഷ് കോഫി കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. ഇങ്ങനെയാണ് ടർക്കിഷ് കോഫി ഉണ്ടാക്കുന്നത്. ടർക്കിഷ് കോഫിയുടെ ഒറിജിൻ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ടർക്കിയാണ് അതിൻ്റെ ഒറിജിൻ. 1540 യമനിലെ ഗവർണറായിട്ടുള്ള ഒസ്താബിൻ പാഷയാണ് ടർക്കിഷ് കോഫിയുടെ ഫാദർ. നമ്മുടെ നോർമൽ കോഫിയുടെ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത്ര കട്ടി ഫീൽ ചെയ്തില്ല. പിന്നെ നേരെ പോയത് അവരുടെ കിച്ചണിലേക്കാണ്. ഇവരുടെ മെയിൻ ഒരു ഐറ്റം ഉണ്ട്. അതിൻ്റെ പേരാണ് ബേബി ചിക്കൻ. ബോൺലെസ് ചിക്കനാണ് അവർ ബേബി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ബേബി ചിക്കൻ മേക്ക് ചെയ്യുന്ന രീതിയാണ് ഇത്. ഇവരുടെ കിച്ചൺ വളരെയധികം ഹൈജീനിക് ആയിട്ടാണ് ഇവർ കീപ്പ് ചെയ്യുന്നത്. ഹാഫ് ബേബി ചിക്കൻ വാങ്ങുമ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് 3 കുബൂസും ഫ്രഞ്ച് ഫ്രൈസും സലാഡുമാണ്. കുബൂസിൻ്റെ അവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്തെന്നാൽ കുബൂസ് ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ബോൺലെസ് ബേബി ചിക്കനിൽ ഇവർ വളരെ കുറച്ച് മസാല മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യം പറയാതിരിക്കാനും പറ്റില്ല. വളരെ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. വേറെ എങ്ങൊന്നും കഴിക്കാത്ത ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു ആ ബേബി ചിക്കന്. ഡെസേർട്ടായിട്ട് കുനാഫ കൂടി കഴിച്ച് നിർത്തിയേക്കാമെന്ന് കരുതി. നല്ല ചീസി ഫിൽഡ് കുനാഫയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുനാഫ കൂടെ കഴിച്ചിട്ട് ഷെഫിന് കൈ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷെഫും മാനേജ്മെൻറ്റുമാണ്. ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ വന്ന് ട്രൈ ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം നൗഫൽ. താങ്ക് യു.